ലച്ചുവേ, ലച്ചു, എടി അമ്മ എവിടെ പോയി? അമ്പലത്തിൽ പോയാ? പോയി. നീ എന്ത് പോവാത്തെ? ലച്ചുവേ, എടി നീ എന്ത് പോവാത്തെന്നാ? നീ വാ, നീ വരാൻ. ആരുമാണ്? എന്താച്ചാ നീ എന്ത് അമ്പലത്തിൽ പോവാത്തെ? ഞാൻ ഇപ്പൊ എണീറ്റുള്ളൂ. എടി നല്ലൊരു ഞായറാഴ്ച അല്ലടി, രാവിലെ അമ്പലത്തിൽ പോണ്ടേ? ഞായറാഴ്ച അല്ല വെച്ചാ കുറച്ചേരം കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. എനിക്ക് എന്റെ പൊന്നുമോള് പോയി കിടന്ന് ഉറങ്ങും. പോ. എത്തിയാ? കുളിച്ചാ? പിന്നെ നേരത്തെ എണീറ്റെങ്കിൽ ഒരുമിച്ച് പോവായിരുന്നല്ലോ. നീ എന്നെ വിളിക്കാന്ത്? സാരില്ല, അടുത്ത ഞായറാഴ്ച ഒരുമിച്ച് നിർമ്മാല്യം തന്നെ തൊഴുതേക്കാം. എന്തുപറ്റി? പുളിയില കരയോലും ചൊരിതാറ് ഇട്ട് ചന്ദനത്തോടു കുറിച്ചാർത്തി. എന്തു പറ്റി? നഗഫണ തിരുമുടിയിൽ പത്മരാഗമനോജ്ഞമാം സുസ്മിതേ. ആ പേര് പാട്ടി പോലും വന്നേക്കരുതും, പറഞ്ഞേക്കാം. നിനക്കെന്തടി എന്റെ അനിയത്തി ഇവിടെ കൊണ്ടുവന്ന? കൊണ്ടുവന്നാ ഒന്നുമില്ല, കൊണ്ടുവന്ന യുദ്ധം ഉണ്ടാവും. എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്, വാ. വരണില്ലേ? കാക്ക പടി പറ്റിച്ച. അയ്യോ സുസ്മിത, സത്യം പറഞ്ഞ മോളെ എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. നീ എന്തിനാ വിളിച്ചിട്ട് വരാത്തെ? ഇതെന്തോന്ന് കോലം ഇത്? എന്ത് പുഷ്ടിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ? ചേട്ടാ ഞാനിപ്പോ ഡയറ്റിങ്ങിലാണ്. ഡയറ്റിങ്ങിലാണ്? കാർത്ത് മേലിഞ്ഞ് നല്ല ഓറഞ്ചിന്റെ കളർ ഉണ്ടായിരുന്നാണ്. ആഹാ, എന്റെ മുടിയുടെ പോയി. ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഉണ്ടല്ലോ. ഇടി പൊഴിഞ്ഞു പോയി എത്രയും. അതടുത്ത് വാട്ടറിന്റെ കുഴപ്പമാ ചേട്ടാ. ഒരു കാര്യം ചെയ്യ്, അമ്മയുടെ അടുത്ത് പറഞ്ഞ് നല്ല കൈ തോന്നിയിട്ട് എണ്ണ കാച്ചി തേക്ക്. എന്തെന്നാ? ഇടി കൈ തോന്നിയിട്ട് എണ്ണ കാച്ചി തേക്കാൻ. ചേട്ടാ അതൊക്കെ ഓൾഡ് ഫാഷൻ. ഞാൻ ഇപ്പൊ ഹെയർ ഓയിൽ ഒന്നും യൂസ് ചെയ്യാറില്ല. അത് തന്നെ മുടി ഇങ്ങനെ ജട കെട്ടിയിരിക്കണം. ഞാനൊന്നും വരുന്നില്ല. ചേട്ടൻ വലിയ സ്നേഹമൊന്നും കാണിക്കണ്ട. ഞാൻ വന്നെന്ന് അറിഞ്ഞിട്ട് ചേട്ടൻ എന്നെ കാണാൻ വന്നോ? എന്നെ പൊന്നുമോളെ, ചേട്ടൻ ഇവിടെ ഒരുപാട് ജോലിയുണ്ട്. ഒരുപാടെങ്കിലും ജോലി കിടക്കുമല്ലേ? എടി കുട്ടികളെ നോക്കണ്ടേ? അതിനാണല്ലോ ചേച്ചി കെട്ടിയെടുത്തേക്കുന്നത് ഇങ്ങോട്ട്. കെട്ടിയെടുത്തേക്കണം? ചേച്ചി മാത്രം ജോലി ചെയ്താൽ മതിയാ? ചേട്ടനോട് സഹായിക്കണ്ടേ? ഓ പിന്നെ പിന്നെ ചേട്ടന്റെ മനസ്സൊക്കെ മാറി. ചേട്ടൻ ഇപ്പൊ പഴയ ആളേ അല്ല. എപ്പോഴും ഭാര്യയും മക്കളും. കഴിച്ചാവല്ലോ? ഇല്ലണ്ണ, എനിക്ക് നല്ല വിശപ്പുണ്ട്. നീലു, നീലു, നീലുവേ. എന്താ ബാലു? നോക്ക്. സുസ്മിത. സുസ്മിത എപ്പോഴും നിന്റെ വിചാരേ ഉള്ളൂ. ഇന്നലെയും പറഞ്ഞു സുസ്മിത കണ്ടില്ല, സുസ്മിത കണ്ടില്ല. ഭയങ്കര വിഷമം അല്ലേടി മക്കളെ? ലച്ചു, ശിവ, ഡീ വാ, ഇത് ആര് വന്നു നോക്ക്. ആന്റി ആന്റി. എന്തുണ്ട് മോളെ വിശേഷം? സുഖാണോ? വീട്ടിലോ അതോ ഹൈദരാബാദിലോ? അല്ല, രണ്ടിടത്തും. വീട്ടില് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ ഹൈദരാബാദിലാണെങ്കിൽ എനിക്കിപ്പോ ജോലിയൊക്കെ കിട്ടി. പിന്നെ അങ്ങനെയൊക്കെ അങ്ങ് പോന്ന്. നാട്ടിൽ വന്നിട്ട് ഇത്ര ദിവസം ഇങ്ങോട്ട് വരായിരുന്നേ? ഇത്ര ദിവസമായിട്ട് നിങ്ങൾക്ക് എന്നെ കാണാൻ തോന്നിയില്ലല്ലോ. അതിനെങ്ങനെയാ? അമ്മ സമ്മതിക്കണ്ടേ? ഞാൻ എപ്പോഴാണ് സമ്മതിക്കാതിരുന്ന? സമയം കിട്ടട്ടെ അപ്പൊ പോവാന്നേ ഞാൻ പറയാറുള്ളൂ. ചേച്ചിക്ക് സമയമൊന്നും കിട്ടത്തില്ലായിരിക്കും. ഓ മോളെ, നിന്ന് തിരിയാ സമയമില്ല, അതുകൊണ്ടാ വരാത്തത്. എപ്പോഴും പറയും ഞാൻ പോവാന്ന്. അതെ, എപ്പോഴും പറയും. അല്ല വിഷ്ണു എന്തിയെ? വിഷ്ണു നിനക്ക് എന്താടാ എന്നെ കണ്ടിട്ട് ഒരു സന്തോഷമൊന്നും ഇല്ലാത്തത്? അങ്ങനൊന്നുമില്ല ആന്റി, അകത്തിട്ട് നല്ല ഉറക്കം. ഏത് സമയവും പഠിച്ചോണ്ടേയിരിക്കും ഇല്ലടാ? നീയാ? സാരമില്ല, പഠിത്തമൊക്കെ പരീക്ഷ കണ്ടാ മതിയേ. മോളെ, നീ ഇഡലി കഴിക്കൂ? ഇല്ല ചേട്ടാ. ഒരു കാര്യം ചെയ്യാം, ഞാനേ പാഴ്സൽ വാങ്ങിക്കൊണ്ടുവരാം. പാഴ്സലാ? അച്ഛാ എനിക്കൊരു മസാല ദോശ. അപ്പോ മസാല ദോശ വാങ്ങാം. അന്നേരത്തേക്കേ ഞാൻ ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നേരത്ത് കുളിച്ചില്ല. നീ ഇവിടെ വാ. എങ്ങോട്ട്? മസാല ദോശ വാങ്ങിക്കേ. എനിക്കൊരു നെയ് റോസ്റ്റ് മേടിച്ചു തരുമോ? ചോദിച്ചാവത്തായ ഉഴുന്നോടെ പോരെ? നെയ് റോസ്റ്റ് മേടിച്ചു തരാൻ പറ്റുമെങ്കിൽ ഞാൻ വരാം. പോട്ടാ. അവിടെ എല്ലാം ഓക്കെ അല്ലേ? അല്ല, ആ റീന തോമസ് അവിടെ ഉണ്ടോ? എനിക്ക് പുള്ളിക്കാരത്തിനെ ഒന്ന് കാണണമായിരുന്നു. ആന്റി നമുക്ക് ഔട്ടിങ്ങിന് പോവാം.
ഫോൺ സംസാരിക്കുന്നത് കാണുന്നില്ലേ? ഗോ ഔട്ട്സൈഡ്. കേശു, ശിവ, പബ്ബിലോ? അതിന് സംസാരിക്കല്ലേ? സീരിയസ് ആയിട്ട് സംസാരിക്കല്ലേ? ശല്യപ്പെടുത്തപ്പോ ഇല്ല. വേറെന്താണ്? ഇവിടെ എല്ലാരും മോളെ, മസാല ദോശ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ മസാല ദോശ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, കുഴപ്പമില്ലായിരുന്നു. കാര്യമൊക്കെ ശരി. എന്നാലും എന്നെ ഒന്ന് വിളിക്കാൻ തോന്നിയില്ലല്ലോ. ജോലി തിരക്കല്ലേ മോളെ? എന്നാലും ചേട്ടൻ കഴിഞ്ഞ ആഴ്ച വിളിച്ചില്ലേ? വേറെ എന്തെങ്കിലും ജോലി നോക്കുന്നുണ്ടോ? ഇത് വിട്ട് ഒരു കളിയില്ല മോളെ. എല്ലാം അവിടെ കെട്ടിപ്പിടിച്ചിരുന്നോ? മരണം വരെ എനിക്ക് ജോലി മതി. നീ എന്റെ നടി മേടിക്കുവേ. നീ എന്തോന്ന് പറഞ്ഞേ? എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ഫോണിൽ സംസാരിക്കുവാണ്. ഞാൻ പറയുന്നത് എനിക്ക് എന്തിനാ ഏറ്റുപിടിക്കാൻ നിൽക്കുന്നത്? ഇത് വല്ലാത്ത കഷ്ടം തന്നെയാ കേട്ടോ. ഹലോ, പറ. എന്ത് പറ്റി? നിങ്ങളെ പെങ്ങള് ചാടിത്തുള്ളി പോണേ? എന്ത് പറ്റി? അവള് ഈ സീരിയസ് ആയിട്ട് ഫോണിൽ സംസാരിക്കുമ്പോഴേ ആരും ശല്യപ്പെടുന്നത് ഇഷ്ടമല്ല. നിങ്ങളെ പെങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സ്പെഷ്യൽ എന്തെങ്കിലും വേണം? താറമുട്ട ഉണ്ടോ? മയിലിന്റെ മുട്ടയുണ്ട്. പതുക്കെ പറയടി. നീ കളിക്ക് പറയും, അവള് കേൾക്കും, പിന്നെ അവള് സീരിയസ് ആയിട്ട് എടുക്കും, പിണങ്ങി പോവും. എന്നാ ശരി. എടിക്കുവാ. നീ നേരത്തെ പറഞ്ഞില്ലേ മയിലിന്റെ മുട്ട ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതെടുത്ത് വന്ന് നിന്റെ അച്ഛൻ കുട്ടമ്പളായി പൊരിച്ചോളൂ. ചേച്ചി, എന്തെങ്കിലും ഹെൽപ്പ് വേണോ? വേണ്ട മോളെ, ചേച്ചി ചെയ്തോളാം. മോൾ പോയി. എനിക്ക് ചുമ്മാ ഇരുന്ന ബോറടിക്കും ചേച്ചി. എന്തെങ്കിലും ഒരു ജോലി താ. വേണ്ടെന്ന്, ഇതൊക്കെ ചേച്ചി ഹാൻഡിൽ ചെയ്തോളാം. മോൾ പോയി റെസ്റ്റ് എടുക്ക് പ്ലീസ്. നിർബന്ധമാണോ? ഒരു കാര്യം ചെയ്യ്, ഈ ക്യാരറ്റ് അരിഞ്ഞു വെക്ക്. ഓക്കെ, ഡൺ. വിഴുക്കുവറ്റിക്കാണേ. അറിയാമോ? എന്റെ അടുത്താണ് ചോദിക്കുന്നത്. ചേച്ചി നോക്കാം. സോറി. നോക്ക്, ഇങ്ങനല്ലേ? നൈസ് ആണല്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. മോളെന്നാ പഠിച്ചതൊക്കെ? ഇതൊക്കെ എന്ത് പഠിക്കാനിരിക്കുന്നു? നമ്മൾ ഒരു ഐഡിയ വെച്ചങ്ങ് ചെയ്യണം. ഈ സദ്യക്കൊക്കെ സാമ്പാറിന് പോലും ഇത്രയും മനോഹരമായിട്ടൊന്നും അരിയില്ല അവര്. എന്റെ കൊച്ചേ, വിഴുക്കുവറ്റിക്കെന്ന് പറയുമ്പോ ഇങ്ങോട്ടോ, കത്തി ഇങ്ങോട്ടോ. ഇത് കണ്ടോ, ഞാൻ എടുക്കാം. എന്നിട്ട് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞ്, പിന്നെ ഇങ്ങനെ ഉണ്ടോ, അരിഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടോ, ഇത് ഉണ്ടോ, ഇങ്ങനെ എനിക്ക് അറിയാവുന്നയാ. എന്നാ പിന്നെ ചെയ്യാഞ്ഞെന്ത്? എന്ത് പറ്റി? കൈ മുറിഞ്ഞ. അണ്ണാ, എന്റെ കൈ മുറിഞ്ഞ. ഞാൻ നോക്കട്ടെ. ഇത് കുറച്ചല്ലേ ഉള്ളൂ. ക്യാരറ്റ് അരിഞ്ഞപ്പോ നിനക്ക് വേറെ ഒരു പണിയില്ലടി. ആരടി ചെയ്യാൻ പറഞ്ഞ ക്യാരറ്റ്? ചേച്ചി, തുണിയെടുത്തുണ്ടോ? പെട്ടെന്നോ. ആ കൊച്ചിനെ കൊണ്ട് അത് ചെയ്ത് മനഃപൂർവ്വം കൈ മുറിപ്പിച്ചിട്ട് കഴിക്കും. എനിക്കിപ്പോ വേണ്ട ഏട്ടാ. രക്തം ഒരുപാട് പോയതാണ്. എന്തെങ്കിലുമൊക്കെ കഴിച്ചാല് രക്തം ഊറുള്ളൂ. കഴിക്കും. അല്ല, ഇവിടെ എല്ലാരും കഴിച്ചോ? ഇവിടെ എല്ലാരും കഴിച്ചു. നീ കഴിക്കും. ഞാൻ അപ്പച്ചക്കൊരു കമ്പനി ഇരിക്കാം. വിളമ്പി കൊടുക്ക്. ചിക്കൻ ഫ്രൈ ഇല്ലേ? എന്തായിരിക്കണം? കറിയില്ലേ? ചിക്കൻ കറിയില്ലേ? ഫിഷ് കറി ഉണ്ടല്ലോ. മോളെ കഴിക്കും. വിളമ്പി കൊടുക്ക്. മാറേ. അയ്യോ, എന്റെ പിള്ളേരെ കൈ പോയല്ല. പിന്നെ എങ്ങനെ അവള് കഴിക്കണേ? ചേട്ടൻ മാറ്റി തരാം. വിളമ്പട്ടെ? അത് വിളമ്പി കൊടു. മോനെ സ്പൂണിൽ ചേർറാ. മാറ്. മതിയാ? മതി. കറി എടുത്ത് ഒഴിക്കും. അവിടെ വൈഡേ ഇത് ഒഴിക്കണോ? സാമ്പാർ ഒഴിക്കണോ? ഫിഷ് കറി ഒഴിക്കണോ? മാറ, പിള്ളേരെ വാറങ്ങോട്. നിങ്ങൾ കഴിക്കും. ആവശ്യമില്ലാതെ കൈ മുറിച്ച് വെച്ച് അതിന് കൂട്ടിരിക്കാൻ കുറെ എണ്ണ. ക്യാരറ്റ് അരിയാണ്. കഴി. മതിയാ? കഴി. വേണോ മക്കളെ? വേണോ? നല്ല കിച്ചടിയിടാ. പച്ചടി കിച്ചടിയൊക്കെ ഇട്. എടുത്ത് കൊടു. നോക്കിയുണ്ടെങ്കിൽ അതൊന്ന് പെട്ടെന്ന് വിളമ്പി കൊടുക്കുന്നില്ലോ. എന്തോന്നത്? മതിയാ? കൈ കഴുകും. കൈ കഴുകാൻ പറ്റൂലല്ലോ. ഒന്നും കഴിച്ചില്ല കൈ കഴുകാൻ. കൊടു, കൈ കഴിച്ചു കൊടുക്ക്, വായും കഴിച്ചു കൊടുക്ക്. അണ്ണാ, അയ്യോ പെട്ടെന്ന് നീ കഴിയാ ശരിയാവൂല. കൈയൊക്കെ തന്നെ സാരമില്ല അണ്ണാ.
ടൗൽ എടുത്തോട് കൊച്ചിന്. ടവൽ എടുത്ത് കൊടുക്കും. ടൗൽ എടുത്തോടേ. ആ അമ്മേ സത്യം പറയുമല്ല, മോളോ? ഇത് നല്ല ടേസ്റ്റ് ഉണ്ടേ. സത്യം പറയുമല്ല, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. എനിക്ക് വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയില്ലല്ലോ. അതിന് നിനക്ക് തോന്നില്ലേ? ഡാ, അയ്യോ സോറി, അപ്പച്ചനെ വിളിക്കുക. അപ്പച്ചിയോ സോറി അമ്മച്ചി. ടവൽ എവിടെ അണ്ണാ? എന്തിനാ നിനക്ക് വേണോ? മോളു വേണോ? കുറച്ചതാ, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഇഷ്ടം തന്നെ. അമ്മേ ചിക്കൻ ഫ്രൈ ഇനി ഇരിപ്പുണ്ടോ? കഴിച്ചോ? ചേട്ടാ, അപ്പച്ചി കഴിക്കാൻ നല്ല നീറ്റിലുണ്ടല്ലേ? കുറച്ചുണ്ട്. ശരിക്കും ഒരു 5-6 സ്റ്റിച്ചറിന്റെ കേസായിരുന്നു അല്ലേ അപ്പച്ചി? ആഹാ, ഊതല്ലേ മോളെ. കുട്ടുമാവൻ ഉണ്ടായിരിക്കണേ ഇപ്പം. അപ്പച്ചിയുടെ ഗതി അതോ ഗതി. പിന്നെ കുട്ടുമാമൻ, അയാളുടെ പേര് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം കയറി വരും. അയാളെ കണ്ടോ ആ ദിവസം മൊത്തം മൂഡ് ഓഫ് ആയിരിക്കും. അല്ല പിന്നെ ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കല്യാണം കഴിയുമ്പോ താമസിക്കാ? കല്യാണോ? നിന്നെ ഒരു അടി വെച്ചെന്നാലുണ്ടല്ലോ. ആരുടെ പറഞ്ഞ കല്യാണം കഴിക്കാൻ പോകുന്നു? ആരെ ആവശ്യത്തൊക്കെ പറയുന്നത് നിന്റെ അടുത്ത്? അല്ല അമ്മയോട് സംസാരിക്കുന്ന കേട്ടു. എന്താ മോളെ ഇത്? I am also asking the same question. What is this? This is a player. ഞാൻ അതല്ല പറഞ്ഞത്. ആരോട് ചോദിച്ചിട്ട് എന്നെ കല്യാണം തീരുമാനിച്ചത്? ആരോട് ചോദിക്കാൻ? ആര് തീരുമാനിച്ചു? ചേട്ടാ ചുമ്മാ കളിക്കരുതേ. എന്റെ കല്യാണത്തെ പറ്റി ഇവിടെ ആരും തീരുമാനിക്കേണ്ട ആവശ്യമില്ല. അതും കൾച്ചറലെസ് ആയ അഗ്രികൾച്ചറുകാരനോടൊപ്പം. എനിക്ക് അവനെ കാണുന്നത് ദേഷ്യവാ. അയ്യോ എനിക്കും അങ്ങനെ തന്നെ. അവനെ കാണുന്നതേ ദേഷ്യം. ഞാനാണ് അവനെ നിന്നെ കൊണ്ട് കെട്ടിക്കുന്നത്. കൂടുതൽ സോപ്പൊന്നും ചേർന്നിടണ്ട. എനിക്കറിയാം ഞാൻ ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല. നിങ്ങൾ വേണമെങ്കിലേ അവനെ ഈ വിളിച്ചു വരുത്തും. അതിനപ്പുറം ചെയ്യാനായിട്ട് ഇവിടെ ചിലർ നിപ്പുണ്ട്. എവിടെ എന്താ നീ പറയണേ? നീ അവന്റെ പ്രായം ആലോചിക്കണ്ടോ? ഇവൻ കൾച്ചറില്ലാത്തവൻ എന്തൊക്കെയാ പറയണേ? ഒട്ടിക്കാൻ ആവശ്യമില്ലാത്ത ഒരു ആഗ്രഹം ഇവിടെ ആരും വെച്ച് വളർത്തണ്ട. എനിക്കറിയാം അവനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചിട്ട് ലോക്കലായിട്ട് പീഡിപ്പിക്കാനാണല്ലോ പ്ലാൻ. ഇറ്റ് വിൽ നോട്ട് വർക്ക്. ഐ ആം സുസ്മിത സൈനിങ് ഔട്ട്. കൊച്ചേ അവിടെ നിന്നേ. നീ എത്ര ഉണ്ട്? ഒരുപാടങ്ങ് തുള്ളിയാണ്ടല്ലോ, നല്ല അടി തരിഞ്ഞേ. എന്റെ കൊച്ചെ, നിന്നെ ഞാൻ എന്റെ മോളെ പോലെ കാണുന്നുള്ളു. അതിനെ എനിക്ക് എന്റെ അച്ഛനും അമ്മയെ കണ്ടാ നന്നായി മനസ്സിലാവും. അതിപ്പോ എനിക്ക് സംശയമുണ്ട്. ചേട്ടാ കണ്ടോ? ചേട്ടാ ആര് ഈ പറയുന്നൊന്നും കേട്ടില്ലേ? ചേട്ടൻ ഭാര്യ എന്നെ കളിയാക്കുന്നത്. ചാടല്ലായിരുന്നു. അവൻ എന്റെ പ്രായത്തിനനുസരിച്ച് തുള്ളാൻ പഠിക്കേ. ഇപ്പൊ ചേട്ടൻ കേട്ടില്ലായിരുന്നോ? ഒന്നും കേട്ടു. പിന്നെ എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ? മിണ്ടരുത്. ചേട്ടൻ ഇവിടെ മിണ്ടാതിരുന്നോ? ഞാൻ എന്റെ കാര്യം നോക്കി പോവാ. അവള് പോണ്. എന്തേ നിനക്ക് പോണോ? ഞാൻ പോവും. പോ. ഞാൻ അവളെ കൊണ്ടാക്കിട്ട് വരാം. പെട്ടെന്ന് വരാം. അടങ്ങിയിരുന്നോണെ ഇവിടെ. അവളെ ഒറ്റയ്ക്കല്ലേ വന്നത്? അവക്കറിയാം തിരിച്ചു പോവാനായിട്ട്. ചേട്ടാ ഞാൻ ഇറങ്ങുവാണ്. ഇവര് കളിക്കുമെല്ലാം പറഞ്ഞോണ്ട്. സോറി ചേട്ടാ, ഞാനൊരു ഡിസിഷൻ എടുത്ത് എന്നെ കൊണ്ടത് മാറ്റാൻ പറ്റില്ല. നിക്കവിടെ ബാഗ് കൊണ്ട് അകത്ത് വെച്ചേ. എന്നെ തൊടരുത് ചേട്ടാ, ഞാൻ പോന്നു. മോളെ ഇവര് ഈ മണ്ടൻ കാര്യങ്ങൾ പറയും. നീ അത് ചെവിക്കൊള്ളല്ലേ? നീ എന്തിനാ പോണേ? ചേട്ടന്റെ ഇവിടല്ലേ? ചേട്ടൻ പറയുമ്പോൾ കേക്ക്. ചേട്ടാ എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് പോലും അറിയത്തില്ല. മാറിയില്ലേ, ഞാൻ പോവാ. എല്ലാം കൂടി കണ്ട ഒരു കമ്പത്തിരി കത്തിച്ചത്രേ ഉള്ളൂ. അപ്പോൾ അഹങ്കാരം കണ്ടില്ലേ? എന്താ വലു? എവിടെ പോയത്? ഇത് വിളിച്ചെങ്കിൽ മതിയായിരുന്നു. ഇവള് പിണങ്ങിയും പോയി ആവശ്യമില്ലാതെ ടെൻഷൻ എടുപ്പിക്കാൻ വേണ്ടി. പോയേ ഉറങ്ങട്ടെ. കൊള്ളാം. പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കി വെച്ചിട്ട് അമ്മ അവിടെ കിടന്ന് ഉറങ്ങുക അല്ലേ? പ്രശ്നങ്ങൾ ആരാണ് നിന്നെ ഇതൊക്കെ പഠിപ്പിച്ചേ? വലിയ ആൾക്കാർ വർത്താനം പറയുന്ന പോലെ. നിങ്ങൾ തന്നെ പറഞ്ഞ കേട്ട് പഠിച്ചതാ, അല്ലാണ്ട് ആര്? ഇവിടെ ഡയലോഗും തത്വങ്ങളും കൊണ്ടാണല്ലോ അടി. അച്ഛൻ അവിടെ കിടന്ന് കരയുന്നു, അമ്മ ഇവിടെ കിടന്ന് ഉറങ്ങുന്നു. ഇതിന്റെ പേരാ അമ്മയ്ക്ക് പ്രസവ വേദന, മോണയ്ക്ക് വീണവായന. അങ്ങനെയാണോ ശിവ? വെറുതെയാണോ? എടാ അങ്ങനെയൊന്നും അല്ലടാ പൊട്ടാ. പിന്നെ അമ്മയ്ക്ക് പ്രസവ വേദന, മോൾക്ക് മോണവായന. ഞാൻ തന്നെ അങ്ങനെയൊന്നല്ല. അമ്മയ്ക്ക് പ്രസവ വേദന, മോൾക്ക് വീണവായന. ഒന്ന് ഇറങ്ങി പോയേ, ഒന്ന് കിടന്നോട്ടെ. അതെ, അമ്മ മര്യാദക്ക് അച്ഛനോട് ഒന്ന് സോറി പറഞ്ഞ. എന്തിനാ? ആന്റി ഇവിടെ ഇറങ്ങിപ്പോയതേ അച്ഛന് ഭയങ്കര സങ്കടമായി. അതെ, ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് കിടത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇറക്കി വിടരുത്. അതാര് പറഞ്ഞു? എടാ അതൊക്കെ ഒരാള് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ആരെയും വിളിച്ചു വരുത്തിയിട്ടില്ല, ഇറക്കി വിട്ടിട്ടില്ല. പോണോന്നും തോന്നുന്നവര് എപ്പോഴാണെങ്കിലും പോവും. കേട്ടാ? പോ, ചെല്ല്. അമ്മ മര്യാദക്ക് അച്ഛൻ്റെ അടുത്ത് സോറി പറഞ്ഞോട്ടാ. പറയാൻ പറ്റൂല. പറയാൻ പറ്റില്ല? ഇല്ല. അന്ന് ഞങ്ങള് പോണില്ല. മര്യാദക്ക് ഒന്ന് സോറി പറഞ്ഞു എണീപ്പിച്ച. അമ്മയ്ക്ക് പറ്റിയ അബദ്ധമല്ലേ അത്? ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ പറയരുതൊന്ന്. പോയാ
അമ്മ എണീച്ചേനെ. എണീച്ച് സോറി പറഞ്ഞ വിട്ടെ വിട്ടെ. ഇപ്പൊ എന്താ ഞാൻ സോറി പറയണം അത്രല്ലേ ഉള്ളു? ആ മാറ്, അങ്ങ് മാറ്. സോറി പറയാം. സോറി അച്ഛൻ്റെ അടുത്ത് മാത്രമല്ല, മക്കളെടുത്ത് അച്ഛാ അമ്മ 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 എന്താ നിങ്ങളെല്ലാം കൂടെ അമ്മ എന്ത് ചെയ്തേ? അയ്യോ അച്ഛ, അച്ഛൻ എന്തീ പറയുന്നത്? ഞങ്ങൾ അമ്മേനെ എന്ത് ചെയ്യാനാണ് അച്ഛ? അമ്മ തല്ലാൻ വേണ്ടി കൈ പൊക്കി, അമ്മയുടെ കൈ ഉളുക്കി, ചെന്ന് തടവം പോയപ്പോ അയ്യോ പത്തോന്നും പറഞ്ഞ് കീറി പൊളിക്കുന്നു. തൊട്ടുപോര് തന്നെ. അനിയത്തി പോയ എന്റെ ദേഷ്യത്തിന് മക്കളെ പിരോപിച്ച് വിട്ടിരിക്കാണ് എന്റെ കൈയുടെ പൂട്ടിളക്കാനായിട്ട്. നീ മിണ്ടരുത്, നീയാ എന്റെ കൈയുടെ പൂട്ടിളക്കാൻ കാരണം. തൊട്ടുപോര് തന്നെ. എങ്കിൽ വച്ച് അനുഭവിച്ചോ, നിന്റെ പോരിന് ദൈവം തന്ന ശിക്ഷയാണ്. അതെ, ദൈവം തന്ന ശിക്ഷയാണ്. അവളിവിടെ വന്ന് കേറിയപ്പോൾ എനിക്കറിയായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടേ പോവുള്ളൂ. ഓ, നിന്റെ ഉള്ളിലിരിപ്പ് ഇതായിരുന്നല്ല, അവൾ ഇവിടുന്ന് പോണമെന്ന്. എന്തോന്നായിരുന്നു ഞാൻ പറഞ്ഞൊക്കെ വെറുതെ. അവള് തമാശാറ്റി എടുക്കുള്ളൂ. അവള് ഞാനൊരു യാതൊരു പ്രശ്നവും ഇല്ല. ഇന്ന് നീരടി പറഞ്ഞത് എനിക്കറിയാം, നിന്റെ മനസ്സിൽ അവളെടുത്ത് ദേഷ്യമുണ്ട്. ആ ദേഷ്യം തോന്നും, എങ്ങനെ തോന്നാണ്ടിരിക്കും? എന്തൊക്കെയായിരുന്നു അവളോട് വന്നപ്പോ കാണിച്ചു കൂട്ടിയത്? മോളെ നീ കറുത്തു പോയടി, മെലിഞ്ഞു പോയടി, ക്ഷീണിച്ചു പോയടി, അത് കഴിക്കടി, ഇത് കഴിക്കടി. എന്നിട്ട് അവള് 10-12 ദിവസം പട്ടിണി കിടന്ന പട്ടി ചിക്കൻ കടിച്ചു പറിക്കണ പോലെയാണ് ചിക്കൻ കടിച്ചോണ്ടിരുന്നത്. അച്ഛാ അഞ്ചറി മാറിന്ന്. ആ ഫ്ലോ അങ്ങ് പോയല്ലേ. എടീ, നീ മനഃപൂർവ്വം അല്ലേടി എന്റെ കൊച്ചിനെ കൊണ്ട് ജോലി ചെയ്യിച്ച് കൈമുറിപ്പിച്ചത്? എടാ, എന്നിട്ട് അവള് മാറി എന്ന് ചിരിക്കുന്നു. അതെ, മനഃപൂർവ്വമാണ്. ഇവിടെ നിന്ന് സംസാരിക്കാം. അതെ, മനഃപൂർവ്വമാണ്. പെണ്ണുങ്ങളായ ഒരു ദിവസമെങ്കിലും പച്ചക്കറി കത്തി എടുത്തിരിക്കണം. അവിടെ നിന്ന് അവളെ ഉണ്ടല്ലോ. അടുത്ത ഞാനാണ് പറയണ്ടത്. മക്കളെ, ഇവളെന്താണ് പറഞ്ഞേ? പെണ്ണുങ്ങളായ ഒരു തവണയെങ്കിലും പച്ചക്കറി ആയിരിക്കും കത്തി എടുത്തിരിക്കണം. എടി, അവക്ക് കത്തി എടുക്കേണ്ട കാര്യമില്ല. അവള് 4 പെണ്ണുങ്ങൾ ഒരേ സമയം പെരുമാറുന്ന അടക്കളയുള്ള കുടുംബത്തിലാണ് അവള് ജനിച്ചത്. ഞാൻ അവളെ എങ്ങനെ വളർത്തിയെന്നറിയാമോ? തലയിൽ വെച്ചാ പേനരിക്കും, തലയിൽ വെച്ചാ എറുമ്പരിക്കും. അങ്ങനെയാണ് ഞാൻ. ഇങ്ങനെ പോയ അവളെ ചതലരിക്കും. നാരി ഭരിക്കുമിടം നാരായ വേര് തോണ്ടിടും. അച്ഛൻ മൊഴിഞ്ഞത് മക്കൾക്ക് മനസ്സിലായില്ല അല്ലേ? അതായത് അമ്മയാണല്ലോ ഇവിടെ ഭരിക്കണത്, അതുകൊണ്ട് ഇവിടെ മുടിഞ്ഞു പോവുന്ന്. അല്ല, ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധം? സംബന്ധം. നിങ്ങളെ പെങ്ങളെ ഏതെങ്കിലും ചെറുക്കനെ കണ്ടുപിടിച്ച് കെട്ടിച്ചുടാൻ നോക്ക്. അവക്ക് എന്താണ് ഒരു കുഴപ്പം? അവക്ക് ഇല്ലേ, 5 അടി മാറിയെന്ന് സംസാരിക്കും. അവക്ക് കുഴപ്പം മാത്രമേ ഉള്ളൂ. എന്റെ ബാലു, ഞാൻ അവളെ സ്വന്തം അനിയത്തിയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അവളെ നിങ്ങളെല്ലാരും ഇവിടെ പറഞ്ഞ് ഒരു പരുവത്തിലാക്കി വെച്ചിരിക്കുകയാണ്. ബാലു, അവക്കിപ്പോ എത്ര വയസ്സായി? അവളെ കെട്ടിച്ചുകൊണ്ട പ്രായം കഴിഞ്ഞില്ലേ? അവളെ നല്ല കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനുണ്ട്. മറ്റൊരു കുടുംബത്തിലേക്ക് കെട്ടിച്ചുകൊണ്ട പെണ്ണാണ് അവള്. ഇവിടെ നിന്ന് എടി, അവളെ നിന്റെ കുടുംബത്തിൽ തരൂല. വേറെ ഏത് കുടുംബത്തിൽ പറഞ്ഞു വിട്ടാലും നിന്റെ മനസ്സിലുള്ള മോഹം അങ്ങ് മാറ്റി വച്ചരാ. നിങ്ങളെ തെറ്റിദ്ധാരണയാണ്. പുറം വെളുപ്പോണ്ട് ഒരു കാര്യമില്ല. ഇതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാണ്. നിങ്ങൾ ഉദ്ദേശിച്ച തന്നെയാണ്. നിങ്ങളെ തന്നെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. നിങ്ങളെ മറ്റേ പെങ്ങൾക്ക് ഒരു ധാരണയുണ്ട്, അവള് ഭൂലോക സുന്ദരിയാണെന്ന്. അവളെ തൊലിവെളുപ്പിന്റെ കുറ്റം പറഞ്ഞ് എവളെ സഹോദരനായിട്ട് മുട്ടിക്കാൻ നോക്കണ കണ്ട. ആർക്ക് വേണോ അവളെ? ഇത് പറയുമ്പോഴും അവളെ മനസ്സിൽ മോഹമുണ്ട്. മോഹമുണ്ടെന്ന് കൂട്ടിക്കോ. അവനിവിടെ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് അവളെ മയക്കി എടുപ്പിച്ച് നിങ്ങൾ അറിയാതെ രജിസ്റ്റർ മാരേജ് ചെയ്യിപ്പിച്ചേനെ. കണ്ട അവളെ മനസ്സിരിപ്പ് കണ്ട. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ അനിയനെ ഇവിടെ വിളിച്ചോണ്ട് വാ. ഞാൻ എന്റെ അനിയത്തി ഇവിടെ കൊണ്ടുവരാം. അവ എങ്ങനെയാണ് എന്റെ അനിയത്തിയെ മയക്കി എടുക്കണമെന്ന് എനിക്കൊന്ന് കാണണം. അവനെങ്ങാനും ഇവിടെ വന്ന അവന്റെ മുട്ടിന്റെ ചിരട്ട ഞാൻ തല്ലിപ്പൊട്ടി. അവനെങ്ങാനും ഇവിടെ വന്ന അവന്റെ മുട്ടിന്റെ ചിരട്ട ഞാൻ തല്ലിപ്പൊട്ടി. ചേച്ചി, കഴിക്കാൻ തൊട്ട്. മാമയുടെ കാലിന് എന്താ പറ്റിയത്? ഒരുത്തൻ മാമന്റെ മുട്ടിന്റെ ചിരട്ട അടിച്ചു പൊട്ടി.
കഴിക്കും